വീട്ടുകളിലും ചെന്ന് കൈനീട്ടി എൻ്റെ കുട്ടികൾക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണേന്ന് ഞാൻ കൈനീട്ടി ചോദിക്കുകയാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. നമസ്കാരം, എൻ്റെ പേര് പ്രിയ എന്നാണ്. ഞാൻ പോത്തൻകോടാണ് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഓട്ടോ മറിഞ്ഞ് കിടപ്പിലാണ്. ഞങ്ങൾ 3 പിള്ളേരെയും കൊണ്ട് വാടക വീട്ടിലാണ് കിടക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഭക്ഷണത്തിന് പോലും വഴിയില്ല. അടുത്ത വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുവന്നാണ് കഴിച്ച് കിടക്കുന്നത്. എൻ്റെ പൊടിമക്കള് നല്ല ആഹാരം കഴിച്ചിട്ട് ഒരുപാട് നാളായി. സ്കൂളിൽ ഫീസ് പോലും അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അരി വാങ്ങിക്കാൻ പോലും കയ്യിൽ പൈസ ഇല്ല. ഭർത്താവിന് മരുന്ന് പോലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പട്ടിണിയിലാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അംസ മോളൂരാണ് സംസാരിക്കുന്നത്. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കുഞ്ഞു മക്കളുടേത്. പട്ടിണിയാണെന്നാണ് ഈ ഒരു കുടുംബം പറഞ്ഞിരുന്നത്. അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം മേടിച്ചു കൊണ്ടുവന്നാണ് ഈ ഒരു മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഇവരുടെ അമ്മ പ്രിയ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗിരീഷ് എന്ന് പറയുന്ന നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ, ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറായിരുന്നു. ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോ ആക്സിഡന്റ് സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഓട്ടോ പതിച്ച് അദ്ദേഹത്തിൻ്റെ നടുഭാഗം വല്ലാത്തൊരു സാഹചര്യത്തിലായി നട്ടെല്ല് പൊട്ടി. ഇപ്പോൾ 2 മാസങ്ങളോളമായി ഇതേ അവസ്ഥയിൽ ഈ ഒരു കിടപ്പിലാണ് അദ്ദേഹം കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജോലിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ടും ചികിത്സക്കും മരുന്നിനും ഭക്ഷണത്തിനും ഒന്നും നിവൃത്തിയില്ലാതെ ഈ ഒരു കുഞ്ഞു മക്കളെയും കൊണ്ട് വല്ലാത്തൊരു ദയനീയമായ സാഹചര്യത്തിലാണ് ഈ ഒരു 4 ചുവരുകൾക്കിടയിൽ ഈ ഒരു കുടുംബം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളരെയേറെ ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഞങ്ങൾ ജീവിക്കുന്നവരാണ്. ഞങ്ങളിപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും നിവർത്തിയില്ല. വാടക വീട്ടിലാണ് ഞങ്ങൾ കഴിയുന്നത്. വാടക കൊടുക്കാൻ നിവർത്തിയില്ലാതെ വളരെയേറെ ബുദ്ധിമുട്ടും സങ്കടം അനുഭവിക്കുന്നു. എൻ്റെ 3 പൊടി പിള്ളേരിവിടെ ഉണ്ട്. അച്ഛമക്കളാണ്. അവർക്ക് വെള്ളം കൊടുക്കാനും ആഹാരം കൊടുക്കാനും നിവർത്തിയില്ല. ഞാൻ ഓരോ വീട്ടുകളിലും ചെന്ന് കൈനീട്ടി എൻ്റെ കുട്ടികൾക്ക് ആഹാരം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണേന്ന് ഞാൻ കൈനീട്ടി ചോദിക്കുകയാണ്. നല്ലൊരു ചായ കൊടുക്കാനോ ഒരു കട്ടൻ ചായ കൊടുക്കാനോ ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. ഞങ്ങളെ സഹായിക്കണേന്ന് ഞാൻ കൈനീട്ടി ചോദിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് നിവേദനാണ്. അച്ഛൻ ഓട്ടോ മറിഞ്ഞ് കിടപ്പിലാണ്. ബസ് ഫീസ് അടയ്ക്കാൻ പോലും പൈസയില്ല. ആഹാരത്തിന് വഴിയില്ല. ഒന്ന് സഹായിക്കണം. ഇവരുടെ അക്കൗണ്ട് നമ്പർ പ്രിയ എന്ന് പറയുന്ന ഇവരുടെ ഭാര്യയുടെ അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ പ്രഭാകുമാരി എന്ന് പറയുന്ന ഒരു അമ്മയുടെ അക്കൗണ്ട് നമ്പറും ഇവരുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ പേ ബ്ലോക്ക് ആകുകയാണെങ്കിൽ താഴെ കാണുന്ന സ്കാനറിലേക്കൊക്കെ ഈ ഒരു കുടുംബത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിന് ഇദ്ദേഹത്തിന് മരുന്ന് മേടിക്കാനും ഭക്ഷണത്തിനൊക്കെ വേണ്ടി നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.